ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബ്രൂത്ത കാർട്ടേക്ക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ബമ്പർ ലിപ്പ് ഫിറ്റ് ചെയ്യണതിനാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ബമ്പർ ലിപ്പ് ഫിറ്റ് ചെയ്തത് ഒരു ആൾട്ടോ കേട്ടനായിരുന്നു. അതിന് കറക്റ്റായിരുന്നു. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞിരുന്ന കൂട്ടത്തിൽ ഈ ജെല്ലി ബീനെ കറക്റ്റ് ആവുള്ളൂ, നമ്മുടെ മൈനറിൽ സെറ്റ് ചെയ്ത 2 ഇഞ്ച് ഗ്യാപ്പ് വരുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ മൈനറിൽ നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ കാണാൻ പറ്റും കറക്റ്റായിട്ട് മൈനറിൽ സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. മറ്റേതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല, യൂസ് ചെയ്യുന്ന സ്ക്രൂ ഒക്കെ സെയിം ആണ്. ആണോ, ഈ ടൈപ്പ് സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ സെന്നിൽ ഫിറ്റ് ചെയ്തിട്ടില്ല, ഒരു വീഡിയോ ഇല്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യാതെ വെച്ചിട്ട്. അപ്പോൾ അത് നോക്കാം. പഴയതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ ലൈൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക, ഇതിൻ്റെ സെൻറ്റർ നോക്കി ഒരെണ്ണം അടിക്കുക. അല്ല, ഇതിന് നേരെ ഇപ്പോൾ ഇതിനിവിടെ നേരെ ഈ കാണുന്നതാണ് സെൻറ്റർ. ആ സെൻറ്റർ മാർക്ക് ചെയ്യുക, ഇത് നേരെ നമുക്ക് അങ്ങോട്ട് വെച്ച് അടിക്കാം. വളരെ സിമ്പിളാണ്, നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ചെയ്യണത്. ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അപ്പിയറൻസ് ആണ് പ്രധാനം. കാരണം കേട്ടണി കണ്ട പോലെ എല്ലാവർക്കും ഇതിനകത്ത് വരുന്നത് മൈനറിൽ വരുന്നത് മൈനറിൽ പോലെ ആയിരിക്കില്ല ജെല്ലി വീലിൽ വരുന്നത്. ജെല്ലി വീലാണ് ഏറ്റവും ആപ്റ്റായിട്ട് കാണുന്നത്. ജെല്ലി വീലിൽ അടുത്ത് നമുക്ക് ചെയ്യേണ്ടവരോട് ഇരിപ്പുണ്ട്, ജെല്ലി വീലിൽ അടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണത്. ഒരു കാര്യം കൂടിയുണ്ട്, അന്ന് നമ്മൾ ഈ വണ്ടി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് ബമ്പർ ലിപ്പ് നമ്മൾ എടുത്തു കൊണ്ടുവന്നത്. ആ കേട്ടണിൽ വെച്ചത് ആ ബമ്പർ ലിപ്പാണ്. അപ്പോൾ ആദ്യം അത് പറഞ്ഞു ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ വേണ്ട വയ്ക്കേണ്ടെന്ന് പറഞ്ഞാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, 2 ഇഞ്ച് ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല, അത് വേണം എന്ന് നിർബന്ധം പറഞ്ഞു. അത് തന്നെ വേണം, കുഴപ്പമില്ല, 2 ഇഞ്ച് ഗ്യാപ്പ് വന്നോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ രണ്ടാമത് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ആൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ പണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബമ്പർ ലിപ്പ് ഫിറ്റ് ചെയ്യുക. ബാക്കി ഉള്ളിലെ വർക്കുകളും മോഡിഫിക്കേഷൻ വർക്കുകളും എല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫുള്ള് വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ അവസാനമായിട്ട് നമ്മളതിൻ്റെ സ്പീക്കറുകൾ ചേഞ്ച് ചെയ്തു, പിന്നെ ക്യാമറ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അതെല്ലാം ക്ലിയർ ആക്കി ഫുള്ള് എല്ലാം തീർത്തിട്ടുണ്ട്. ക്യാമറയുടെ വയർ ബ്രേക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ വർക്കും തീർത്ത് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അതൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ സെൽഫ് വെച്ചിട്ട് അങ്ങ് അടിക്കുകയാണ് ചെയ്യണത്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. സെൽഫ് കറക്റ്റായിട്ട് വെച്ചിട്ട് ഓക്കെ അടിച്ചു വയ്ക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് എവിടെയാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊസിഷനിൽ വെച്ച് അടിച്ചാൽ മതി. കാണിച്ചു തരാം. അപ്പോൾ ഏറ്റവും നല്ലത് സെൽഫ് ഉപയോഗിക്കണതാണ്. അതാകുമ്പോൾ വേറെ നെട്ടുമ്പോഴത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇത് പിടിച്ചോട്ടിരുന്നോളും, തുരുമ്പ് എടുക്കില്ല. നമ്മൾ അടുത്തത് ഇതുപോലെ കറക്റ്റ് നമ്മളൊരു പൊസിഷൻ നോക്കുക, എന്നിട്ട് അടിച്ചാൽ മതി. ഈ ഒരു രീതിയിൽ വയ്ക്കുക, എന്നിട്ട് ഇതങ്ങ് അടിച്ചു കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളടിക്കണം കേട്ടോ, ഫുള്ളടിക്കണം. അപ്പോൾ എന്തായാലും 2 പേര് വേണം. ഇവിടെ ക്യാമറാമാനോട് ഉണ്ടെങ്കിൽ എളുപ്പം നടക്കുള്ളൂ. അപ്പോൾ അടിച്ചിട്ട് ഇനി വിശദമായിട്ട് കാണിച്ചു തരാം. എല്ലാം ഒരുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. വിശദമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തരാം അടിയിലേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. മറ്റേതുപോലെ തന്നെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മാത്രമേ ഉള്ളൂ. ഇനി കണ്ട ഇവിടെ കംപ്ലീറ്റ് സ്ക്രൂ അടിച്ചിട്ടുണ്ട് നമ്മൾ നിരത്തി. അപ്പോൾ ഇതുപോലെ നിരത്തി സ്ക്രൂ തന്നെ അടിക്കണോട്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുപോകും. സ്ക്രൂ ഒക്കെ അടിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ചെയ്തേക്കണത്. ഓക്കെ, ഇത്ര സിമ്പിളാണ് ഈ പരിപാടി. അപ്പോൾ ആ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഒന്ന് നോക്കിക്കോട്ടെ, നല്ല ഭംഗിയാണ് ബമ്പർ ലിപ്പ് വെച്ചാൽ. അപ്പോൾ ഇത് താഴത്തേക്ക് ഇറക്കട്ടെ, വണ്ടി താഴത്തേക്ക് ഇറക്കിയാൽ യഥാർത്ഥ ഇത് വരുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ ഡ്രില്ല് കയറാൻ വേണ്ടി പൊക്കി വെച്ചേക്കുന്നത്. വണ്ടി ഒന്ന് താഴത്തേക്ക് ഇറക്കട്ടെ കേട്ടോ. എന്ത് കാര്യം ചെയ്യുമ്പോഴും സേഫ്റ്റിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണോട്ടോ. അതിപ്പോൾ കല്ലിൻ്റെ പുറത്തേക്ക് കയറ്റി വെച്ച് വേറെ കുഴപ്പമൊന്നുമില്ല, ബാക്കിൽ എന്തെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യണത്, കണ്ടില്ലേ ഈ രീതിയിൽ. അപ്പോൾ ഇത് കണ്ട ഇവിടെ ഈ ഗ്യാപ്പ്, ഇതാണ് ഈ പ്രശ്നം പറയണേട്ടാ. 2 ഇഞ്ച് വന്നില്ല, ചെറിയൊരു ഗ്യാപ്പ് വരും, വലിയ പ്രശ്നമൊന്നുമില്ല, ആ ഗ്യാപ്പ് ഉണ്ടാവും. മറ്റേ ജെല്ലിബീനാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ചേർന്നിരിക്കും. ഇത് പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്കിട്ട് അടിച്ചേക്കണോണ്ടാണ്. നേരെ മറിച്ച് ഈ തൊട്ട് എഡ്ജി കൂടി ഈ രീതിയിൽ അടിക്കണവരുണ്ട്, ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നീണ്ടിരിക്കണം. അത് വൃത്തികേടാണ്. ഈ രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടത്തോളം വരുള്ളൂ. ഇത് നമ്മൾ ഒരു വൃത്തികേടില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് സംഭവം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ കണ്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. മഴക്കാറ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്തിരി മൂടിയൊക്കെയാണ് ഇരിക്കണത്. എങ്ങനെ ഇരിക്കും ഇതിപ്പോൾ ഈ വൈറ്റിൽ ബ്ലാക്ക് വന്നുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് തോന്നണേ. വേറെ ഇപ്പോൾ വൈറ്റിൽ തന്നെ അല്ലെങ്കിൽ എന്താ പറയുക, വൈറ്റ് അതിന് പെയിൻ്റ് അടിച്ചാൽ പിന്നെ പരിപാടി കഴിഞ്ഞ് പിന്നെ അത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വേറെ കളറിൽ നിൽക്കുകയാണെങ്കിൽ അത് കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ജെല്ലി ബീനിൽ ഇനി ജെല്ലി ബീനിൽ അടിക്കണ നമുക്ക് ഇനി രണ്ടാമത് എടുക്കാം. ഓക്കെ,
അപ്പോൾ ഇനി ഈ കാറിൻ്റെ കൂടുതൽ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.